അതാ പോകുന്നതിന്റെ ഒരു ദിവസം മുന്നേ മാർക്കറ്റിൽ പോയി ചെമ്മീനും ചാളയും ചൂരയും മത്തിയും കൊഴിയാളയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്തിനാ? പുറത്തു വരിച്ച് ഗൾഫിൽ കൊണ്ടുപോയി തിന്നാനാ. അങ്ങനെ മാർക്കറ്റിൽ പോയി മീനും മത്സ്യവും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു നോക്കുമ്പോ ഭാര്യയെ കാണുന്നില്ല. എവിടെ പോയി എവിടെ പോയി എന്റെ ഭാര്യ എവിടെ പോയി? അപ്പൊ മകള് പറഞ്ഞു, പാപ്പാ പോയി പോയി ഉമ്മ പോയി ഓന്റെ കൂടെ യാത്രയായി. എന്തൊരു കഷ്ടവാ സഹോദരങ്ങളെ. മാത്രമല്ല മോള് നിർത്തുന്നില്ല. മോള് പറഞ്ഞു, പൊന്നാര വാപ്പാ പെട്ടി പോയി. പാസ്പോർട്ടും ടിക്കറ്റും പണവും അടങ്ങുന്ന പെട്ടി കൂടി അവൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതാ ഈ പാവപ്പെട്ട സഹോദരനുണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരൻ തോന്നിവാസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ അതെല്ലാം സഹിച്ച് സഹനത്തോടെ ക്ഷമയോടെ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട പ്രവർത്തകൻ, ആ പ്രിയപ്പെട്ട സ്നേഹിതനുണ്ടല്ലോ, അദ്ദേഹം കൽബ് പൊട്ടി തകർന്ന അവശനായി നടക്കുകയാണ്. അയാൾക്ക് ഗൾഫിൽ പോകാൻ കഴിയുന്നില്ല. അയാളതാ വിഷമിച്ചൊരു മാസം കഴിഞ്ഞു. ആളുകളൊക്കെ കളിയാക്കാൻ, നീ എവിടുത്തുകാരനാടാ, നിന്റെ പെണ്ണുമ്പിള്ള ഓർത്തന്റെ അയലത്തുകാരൻ്റെ കൂടെ അടിച്ചുകൊണ്ടുപോയി നീ എന്തുവാടാ കഴിവെട്ടോനാന്നോടാ നീ? അങ്ങനെ അയാൾ നാട്ടുകാർക്കിടയിൽ ഒരു ഹാസ്യ കഥാപാത്രമായി മാറി. അവളെ പറ്റിയൊരു വിവരവും ലഭിക്കുന്നില്ല. എല്ലാവരും തന്നെ പരിഹസിക്കുന്നു, എല്ലാവരും തന്നെ ആക്ഷേപിക്കുന്നു, എല്ലാവരും തന്നെ അധിക്ഷേപിക്കുന്നു. സഹിക്കാൻ കഴിയുന്നില്ല. ആ സഹോദരൻ അതാ ഒരു മാസം പൂർത്തിയാകുന്ന ദിവസം തന്റെ വീട്ടിന്റെ അകത്തളത്തിൽ സൂയിസൈഡ് ചെയ്തു പോയി. സഹോദരാ, ആ പ്രിയപ്പെട്ട കുഞ്ഞുമകളില്ലയോ, ഉമ്മാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോൾ, വാപ്പയിതാ തൂങ്ങി മരിച്ചുപോയ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഒരു മാനസിക രോഗിയെ പോലെ വീട്ടിന്റെ അകത്തളത്തിൽ കിടന്ന് അലറിക്കരയുന്ന ഉമ്മ, ഉമ്മ, വാപ്പാ, ഉപ്പാ, എന്നെ വിട്ടേച്ച് നിങ്ങൾ രണ്ടുപേരും എവിടെയാ പോയത്? ചെറിയ പൊന്നുമോളുണ്ടല്ലോ, സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾ, 11 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോൾ, ഒരു പ്രാന്തിയെ പോലെ വീട്ടിന്റെ അകത്തളത്തിൽ അലമുറയിട്ട് നിലവിളിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാ ഇതിന് സമാധാനം പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിലെ ചെറുപ്പക്കാരും എന്റെ യുവാക്കളും വളരെ കാർക്കശ്യത്തോടെ ആലോചിക്കേണ്ട